ആണ് ഇന്നെടുക്കുന്ന വിഷയം ഇരുണ്ട കാലഘട്ടം. ഇതാണ് നമ്മളെടുക്കുന്നത്. നമ്മൾ 2 സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ 2 ക്ലാസ്സുകൾ കേട്ടിരുന്നു. ഇപ്പോൾ നമ്മളെടുക്കുന്ന ക്ലാസ് ഇരുണ്ട കാലഘട്ടം. ഇരുണ്ട കാലഘട്ടം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്പിരിച്വൽ ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പഴയ നിയമത്തിനും ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ദൈവം സംസാരിക്കാതെ, ജനത്തോട് ദൈവം സംസാരിക്കാതെ, ദൈവം ഇടപെടാതെ ഇരുന്ന കാലഘട്ടത്തെയാണ് ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ദൈവം ഒരു വാക്ക് പോലും മനുഷ്യനോട് സംസാരിക്കാതെ ഇരുന്ന കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഇരുണ്ട കാലഘട്ടം. നിങ്ങൾ ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണോ അതോ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണോ? ദൈവം പറയുന്നുണ്ട് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. പൗലോസ് പറയുന്നുണ്ട് വെളിച്ചത്തിൽ സഞ്ചരിക്കണം. എന്താണ് ഈ വെളിച്ചത്തിൽ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവ നടത്തിപ്പിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് സഞ്ചരിക്കണം എന്നാണ് അതിനുള്ള അർത്ഥം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. നിങ്ങളുടെ ഒരു വിഷയമുണ്ടായി, നിങ്ങൾക്ക് സഹനങ്ങളുണ്ടായി, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടായിട്ട് ദൈവദൂതന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ വഴിയായിട്ട് ഒരു ദൂത് പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, ഇരുണ്ട കാലഘട്ടത്തിലാണ് നിങ്ങളുടെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന വിഷയം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇരുണ്ട കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ മാറേണ്ട മേഖലകൾ ഉണ്ട്. ഇനി 1, 2, ദൈവം ഇസ്രായേലിനോട് ഒരു വാക്ക് പോലും സംസാരിക്കാതിരുന്ന കാലഘട്ടത്തെ എന്താണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്? ഇരുണ്ട കാലഘട്ടം എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, മലാക്കി പ്രവാചകൻ എന്ന് നമ്മൾ ബൈബിളിൽ കേട്ടിട്ടില്ലേ? മലാക്കി പ്രവാചകൻ്റെ കാലം മുതൽ സ്നാപയോഹന്നാൻ്റെ അപ്പൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? സ്നാപയോഹന്നാൻ്റെ അപ്പൻ്റെ പേര് സക്രിയ പ്രവാചകൻ്റെ കാലം വരെ ഉള്ള കാലഘട്ടത്തെയാണ് ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത്. ഏതാണ്? മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടം മുതൽ എവിടം വരെ? സക്രിയ പ്രവാചകൻ്റെ കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെയാണ് ഇരുണ്ട കാലഘട്ടം. നോക്കിയോണം, മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടം ഒന്ന് പറയാമോ? ബൈബിളിൽ നോക്കിയിട്ടെന്തെങ്കിലും പറയാമോ? 431, അത് B30. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, 430, നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആട്ടോ, 430 വർഷം എന്തായിരുന്നു? ഇരുണ്ട കാലഘട്ടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയാം? ടൈം ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാം, എത്ര വർഷമാണ് പറഞ്ഞേ? എത്ര വർഷമാണ്? 430 വർഷം. 430 വർഷം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ കടന്നത് എത്ര വർഷമാണ്? പൗലോസിലെ എത്ര പറയുന്നതെന്നറിയാം? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വചനത്തിൽ ഓർമ്മയുണ്ടോ? പൗലോസ് ഈ കാലഘട്ടത്തിൻ്റെ നമ്പർ പറയും. ഇസ്രായേൽ ജനം ഇത്ര വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണെന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് 430 വർഷമാണ്. ഹല്ലേലൂയ. 430 വർഷം. 430 വർഷം ഈജിപ്തിൽ അടിമയായി കടന്ന ഇസ്രായേൽ ജനം ഇരുണ്ട അവസ്ഥയായിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 430 വർഷം ഇസ്രായേൽ ജനത്തിന് ഇരുണ്ട അവസ്ഥയായിരുന്നു. ഇത്രയും മനസ്സിലാകുന്നുണ്ടോ? രണ്ട് തമ്മിലുള്ള ചേർച്ച നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പം ഇനി ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നടന്ന സംഭവങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പറയുന്നത്. ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന, നമുക്കൊന്ന് സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്ര യേശുവേ, സ്തോത്ര യേശുവേ, നന്ദി യേശുവേ, സ്തോത്ര. ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം ഏതൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തെയാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടം പറയാമോ? സാവൂള്, ദാവീദ്, സോളമൻ, 3 രാജാക്കന്മാരുടെ കാലഘട്ടം ഇസ്രായേലിന് സുവർണ കാലഘട്ടമായിരുന്നു.
എന്താണ് ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടം, പ്രത്യേകിച്ച് ദാവീദിൻ്റെ കാലഘട്ടമൊക്കെ സുവർണ ഒരു ശത്രു രാജ്യം പോലും ഇല്ലായിരുന്നു. കാരണം എന്തായിരിക്കും? ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ പോലെ ആര് രാജ്യം ഭരിച്ചു? ദാവീദ് രാജ്യം ഭരിച്ചു. അതാണ് സത്യം. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയതുപോലെ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. സുവർണ കാലഘട്ടം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ ദുഃഖം കണ്ണിൽ നിന്ന് മാറണമെങ്കിൽ, നിങ്ങളുടെ നിരാശ മാറണമെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതുപോലെ നിങ്ങൾ ഭക്തി സെറ്റ് ചെയ്യണം. ഭക്തി നമ്മുടെ പ്രാർത്ഥനകളില്ലയോ, അതൊക്കെ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതുപോലെ സെറ്റ് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ കണക്കാണോ ഞാൻ ചിന്തിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ കണക്കാണോ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ കണക്കാണോ ഞാൻ നടക്കുന്നത്? എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ കണക്കാണോ? ഇങ്ങനെ ഞാൻ ചിന്തിച്ച എനിക്ക് അനുഗ്രഹം, നിങ്ങൾ ചിന്തിച്ച നിങ്ങൾക്ക് അനുഗ്രഹം. ആരാണോ ഇങ്ങനെ മാറുന്നത് അവരുടെ കുടുംബം സുവർണ കാലഘട്ടത്തിൽ നടക്കും. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഇന്ന അപ്പൻ്റെ പിതാവിൻ്റെ കാലത്ത് ഞങ്ങളുടെ കുടുംബം സുവർണ കാലഘട്ടമായിരുന്നു, ഞങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പിന്നീടുള്ള കാലഘട്ടം വന്നപ്പോൾ വസ്തുക്കൾ വിൽക്കാൻ തുടങ്ങി, വീടുകൾ വിറ്റുപോയി, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ വാടക വീട്ടിൽ കിടക്കുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയത്തില്ലേ? അപ്പോൾ ഓരോ കുടുംബജീവിതത്തിലും ഇരുണ്ട കാലഘട്ടമുണ്ട്, സുവർണ കാലഘട്ടമുണ്ട്. സുവർണ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ഈ ലൈഫ് സുവർണ കാലഘട്ടമാക്കി മാറ്റണമെങ്കിൽ അവൻ്റെ മനസ്സിനിണങ്ങിയ കണക്ക് നിന്റെ ചിന്തകളെ, നിന്റെ ഭക്തിയെ, നിന്റെ പ്രാർത്ഥനയെ നീ ക്രമീകരിച്ചാൽ നടക്കും. ഇന്ന് രാത്രി ക്രമീകരിച്ചാൽ മതി. ഇന്ന് രാത്രി ചിന്തിച്ചാൽ മതി. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. യേശുവേ ആരാധന. ആമേൻ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ ആര് സുവർണ കാലഘട്ടത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും മാറാം. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് സുവർണ കാലഘട്ടത്തിലേക്ക് ഈ രാത്രിയിൽ ആർക്ക് വേണമെങ്കിലും മാറാം. ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് മഗ്ദലന മറിയ സുവർണ കാലഘട്ടത്തിലേക്ക് മാറിയതാ. ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പത്രോസ് മാറിയതാ. ഹല്ലേലൂയ. ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പൗലോസ് മാറിയതാണ്. അവർക്കെല്ലാം സുവർണ കാലഘട്ടം ദൈവം കൊടുത്തിരുന്നു. ഇന്നും അവരുടെ പേരുകൾ സുവർണ കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രാത്രിയിൽ ഒരു വെളിപാടുണ്ടാകട്ടെ. ഈ രാത്രിയിൽ ഒരു ദൈവവിളി നിങ്ങളുടെ മേലുണ്ടാവട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനെ നവീകരിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ. ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, ഇന്ന് തന്നെ ഉറപ്പിക്കുക. നിങ്ങൾ ഒന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്കറിയാം ഈ സുവർണ കാലഘട്ടം ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള കാരണം, അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് പ്രവാചകന്മാർ പോലും ഇല്ലാത്ത 430 വർഷമാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, കുറഞ്ഞതൊന്നുമല്ല. 430 വർഷം പ്രവാചകന്മാർ പോലുമില്ലായിരുന്നു. പിന്നീട് ആദ്യമായി ദൈവത്തിൻ്റെ ദൂത് വരുന്നത് സ്നാപയോനാൻ്റെ അപ്പനായ സക്രിയ പുരോഹിതൻ്റെ മുമ്പിലാണ്. അതുവരെ ദൈവദൂതന്മാർ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല, ദൈവത്തിൻ്റെ മെസ്സേജ് ഇല്ല, പ്രവാചകന്മാരില്ല. അന്ത്യപ്രവാചകനായിട്ട് പഴയ നിയമത്തിൽ നിൽക്കുന്നത് സ്നാപയോഹന്നാന് മുമ്പ് ആരായിരുന്നു? മലാക്കി പ്രവാചകനാണ് അവസാനമായി നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുവരെ ഇവർക്ക് ദൈവമില്ലാത്ത ആൾക്കാരെ പോലെ ജീവിക്കുമായിരുന്നു. യേശുവേ ആരാധന. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദൂത നിങ്ങൾക്ക്.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ രോഗശാന്തി, ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുടെ കണ്ണുനീരിൽ വന്ന് ആശ്വസിപ്പിക്കുന്നു, നിങ്ങളെ തുടച്ചു മാറ്റുന്നു. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇരുണ്ട കാലഘട്ടത്തിലല്ല, നിങ്ങൾ വെളിച്ചമാകുന്ന സുവർണ കാലഘട്ടത്തിലാണ്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് നന്ദി പറയണം നമുക്ക്. സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സോളമൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇരുണ്ട കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുക. അവിടെ മുതൽ ഇവരുടെ ഇരുണ്ടല്ല, സുവർണ കാലഘട്ടം നഷ്ടമായി. സുവർണ കാലഘട്ടം നഷ്ടമായി. സുവർണ കാലഘട്ടം നഷ്ടമായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എസെക്കിയേൽ പ്രവാചകൻ വരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രവാചകന്മാരെല്ലാം വരുന്നു. മലാക്കി വരെ വന്ന് നിൽക്കുക. മലാക്കിയോടുകൂടി എന്ത് തുടങ്ങുന്നു? ഇരുണ്ട കാലഘട്ടം തുടങ്ങുക. അതുവരെ ആരുണ്ടായിരുന്നു? ഓരോ പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മലാക്കി വന്നപ്പോൾ എന്ത് ചെയ്തു? അത് സ്റ്റോപ്പ് ചെയ്തു. 430 എന്ന സംഖ്യ തികയുന്നത് വരെ സ്റ്റോപ്പ് ചെയ്തു. നോക്കിക്കോണം. യേശുവിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടയാളങ്ങളിലൊക്കെ കയറി കിട്ടിക്കോണം. സ്തോത്ര. ഹല്ലേലൂയ. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുമ്പം ഇവർക്ക് ഇത് പോകാനുള്ള കാരണം, സുവർണ കാലഘട്ടം നമ്മളിൽ നിന്ന് നമ്മളോടിപ്പോൾ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു പ്രശ്നം വന്നാൽ ദൈവം അത് മാനേജ് ചെയ്യുന്നുണ്ട്. ദൈവം തന്നെ പ്രവാചകന്മാരെ അയക്കുന്നു. ദൈവം തന്നെ ദൂത് തരുന്നുണ്ട്. അങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടാതെ ഇനി അടുത്ത തവണയും നിങ്ങൾക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകണം എന്നാണ് നമുക്ക് പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. നിങ്ങൾ പോകേണ്ട രീതികൾ ഇതാണ്. ഒന്ന്, നിങ്ങൾ ഈ സോളമൻ്റെ മക്കളെ നിങ്ങൾ പഠിക്കണം. സോളമൻ്റെ മക്കൾ അത്യുന്നതനായ ദൈവത്തെ മറന്ന് അവർ എത്രയും വേഗം ലോകത്തിലേക്ക് ഇണചേരാമോ അത്രയും വേഗം അവർ ഇണചേർന്നു. അതോടുകൂടി സുവർണ കാലഘട്ടം അവരിൽ നിന്ന് പിന്തിരിയാനായിട്ട് തുടങ്ങി. അങ്ങനെ രാജ്യം രണ്ടായി മാറിയത് നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ രാജ്യത്തിൻ്റെ പേരെന്താണ്? ഇസ്രായേൽ. രണ്ടാമത്തെ രാജ്യത്തിൻ്റെ പേരെന്താണ്? ജൂത. അല്ലേ? രാജ്യം രണ്ടായി തിരിഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. രാജ്യം രണ്ടായി മാറി. ഒന്ന് ശ്രദ്ധിക്കണം. അനുഗ്രഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് അനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ, അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഭിന്നതയുണ്ടാകും. രാജ്യം രണ്ടായി മാറുകയാണ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി എന്താണ്? ജെറുസലേം തലസ്ഥാനമാക്കി യഹൂദിയ എന്ന പേരിൽ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഷെക്കേം തലസ്ഥാനമാക്കി ഇസ്രായേൽ എന്നൊരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഷെക്കേം തലസ്ഥാനമായ ഇസ്രായേലിൻ്റെ കൂടെ പോയി. 2 ഗോത്രങ്ങൾ മാത്രം ആരുടെ നിന്നു? ഈ യൂദയുടെ കൂടെ നിന്നു. ഹല്ലേലൂയ. 2 ഗോത്രങ്ങൾ. അന്നത്തെ കാലത്ത് രണ്ടായിട്ട് ലേവ്യന്മാർക്ക് ഗോത്രമുണ്ടോ? ഇല്ലയോ? ഉണ്ടോ? ലേവ്യന്മാർക്ക് ഗോത്രം കൊടുത്തിട്ടില്ല. ലേവ്യന്മാർക്ക് ഗോത്രമില്ല. ലേവ്യന്മാരെന്ത് ചെയ്തു? രണ്ടായി പിരിഞ്ഞു. കുറച്ച് പേർ ഇസ്രായേലിൻ്റെ കൂടെയും കുറച്ച് പേർ ജൂദയുടെ കൂടെ വന്നു. അങ്ങനെയാണ് ഈ നമ്മുടെ ശമരിയയിൽ ദേവാലയം പണിയുകയും അവിടെ പൂജാഗിരിയിൽ ലേവ്യന്മാർ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കാറുണ്ടായിരുന്നല്ലേ. ഇത് രണ്ടായിട്ട് ഇവർ പിരിഞ്ഞു. അങ്ങനെ ജെറോബാമിൻ്റെ കാലത്ത് പീഡന നിമിത്തം ഒരുപാട് ലേവ്യന്മാരെല്ലാവരും കൂടെ എങ്ങോട്ട് തിരിച്ചു കയറി വന്നു? യഹൂദന്മാരിലേക്ക് വന്നു. അങ്ങനെയാണ് കംപ്ലീറ്റ് ലേവ്യന്മാരും എവിടേക്ക് വരികയാണ്? ജൂദയിലേക്ക് വരികയാണ്. ലേവ്യന്മാരെല്ലാം ജൂദയിലായത് അങ്ങനെയാണ്. അങ്ങനെ നിന്നപ്പോൾ ഈ 2 സൈഡിലും ബഹളവും വഴക്കും ഇവർ തമ്മിൽ കണ്ടാൽ തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് ഇവരുടെ ഈ പ്രശ്നം? ഇത്രയും നല്ല അപ്പന്മാർ ഭരിച്ചിരുന്ന, ഇത്രയും നല്ല രീതിയിൽ രാജ്യം പൊയ്ക്കൊണ്ടിരുന്ന, പ്രവചനമുണ്ടായിരുന്ന രാജ്യം, ദൈവം കൂടെ ഉണ്ടായിരുന്ന രാജ്യം, ദൈവം പടുത്തുയർത്തിയ രാജ്യം ഇപ്പം ഛിന്നഭിന്നമാകുന്ന തരത്തിൽ ആയിത്തീർന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് ദൈവം നൽകിയ ഉത്തരം എന്ന് പറയുന്നത്, ഇവർ ദൈവത്തെ ഉപേക്ഷിച്ചു.
സ്വന്തം വഴി തേടിപ്പോയി. ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവം അസൂയുള്ളവനാണോ? ദൈവം ഇത്ര ക്രൂരനാണോ? ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് വന്നാൽ ഉത്തരം ഇതാണ്: ഒരു കാര്യം സെറ്റ് ചെയ്ത് തന്നത് ദൈവമാണെങ്കിൽ ആ സെറ്റിങ്ങിൽ നീ നിന്നേ പറ്റൂ. നീയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നീ കുഴപ്പമില്ല, അത് ദൈവമൊന്നും ഇടപെടാൻ വരുന്നില്ല. ദൈവത്താലാണ് നിനക്കെല്ലാം സെറ്റിൽമെൻ്റ് ആയത്, ദൈവത്താലാണ് നിനക്കെല്ലാം ലഭിച്ചതെങ്കിൽ നീ ആ ക്വാളിറ്റി കാണിച്ചേ പറ്റൂ. ഇവർ അടിമയായി കിടന്ന ഇവരെ പിടിച്ച് ഇങ്ങനെ ഒരു രാജ്യം കൊടുത്ത് സെറ്റ് ചെയ്തത് ദൈവമാണെങ്കിൽ ഇവർക്ക് ദൈവത്തെ ചവിട്ടി പുറത്താക്കിയിട്ട് ആ രാജ്യത്തിൽ തുടരാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ സംരക്ഷകൻ ദൈവമാ. ദൈവത്തെ പുറത്താക്കിയാൽ അവരുടെ സകല അനുഗ്രഹങ്ങളും പിന്മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചതെങ്കിൽ, ദൈവത്തിൽ നിന്നാണ് നീ അഭിഷേകം പ്രാപിച്ചതെങ്കിൽ, നിനക്കൊരു ജോലി ലഭിച്ചതെങ്കിൽ, നിന്റെ കുടുംബം രക്ഷപ്പെട്ടതെങ്കിൽ, നീ ആ സെറ്റിൽമെന്റ് നിന്ന് മാറിയാൽ നിന്റെ സംരക്ഷണം മാറും, നീ ചിന്ന ഭിന്നമായി മാറും. ദൈവം ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് മണി പറയുമ്പോൾ ആലോചിച്ച് ടെസ്റ്റ് മണി പറയണം. ഹല്ലേലൂയ. ഞാൻ ദരിദ്രനായിരുന്നു, ദൈവം എന്നെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നീ ജീവിച്ചുകൊള്ളണം. ഞാൻ കഷ്ടതയിലായിരുന്നു, ദൈവം എന്നെ പരിപാലിച്ചെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ജീവിച്ചുകൊള്ളണം. മാറി നടക്കാൻ പറ്റത്തില്ല. മാറി നടന്നാൽ നിന്റെ സിസ്റ്റം കംപ്ലൈൻ്റ് ആവും. യേശുവേ ആരാധന. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകാനുള്ള കാരണം ഇതാ. ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകാനുള്ള കാരണം ഇതാ. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അരൂപിയായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത്, അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് കരുണ ഓ സ്തോത്ര സ്തോത്ര സ്തോത്ര. ഞങ്ങൾ കരുണ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നദി പോലെ ഞങ്ങളുടെ മേൽ കരുണ വ്യാപരിക്കട്ടെ. നദി പോലെ ഞങ്ങളുടെ മേൽ കരുണ വ്യാപരിക്കട്ടെ. വറ്റാത്ത നദിയായി കരുണ ഞങ്ങളുടെ മേൽ ഒഴുകണമേ. ഞങ്ങൾ പാപികളാണ് കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സുവർണ കാലഘട്ടം നശിക്കാൻ കാരണം തന്നെ ഇങ്ങനെ ഒരു സുവർണ കാലഘട്ടവും ഇരുണ്ട കാലഘട്ടവും ഉണ്ട്. സുവർണ കാലഘട്ടം മുതൽ ഇരുണ്ട കാലഘട്ടം വരെ കുറച്ച് നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. മലാക്കി പ്രവാചകൻ വരെ ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം പ്രവാസ കാലഘട്ടം എന്ന് പറയും. പ്രവാസ കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ഇരുണ്ട കാലഘട്ടം ഇവരിലേക്ക് എന്ന് ഉയർന്നു. നോക്കിക്കോണം, നിന്റെ സുവർണ കാലഘട്ടം അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവാചക കാലഘട്ടത്തിലൂടെ നിന്നെ നടത്തും. അവിടെയും നീ മാറുന്നില്ല, നീ നിന്റെ സിസ്റ്റത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഇരുണ്ട കാലഘട്ടം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ദൈവത്തെ കുറ്റം പെടുത്തരുത്. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ചു, ദൈവത്തിൽ നിന്ന് സമ്പൂർണ്ണ ജ്ഞാനം സ്വീകരിച്ചു സോളമൻ. ദൈവത്തിൽ നിന്ന് സ്വത്തുക്കൾ സ്വീകരിച്ചു, ദൈവത്തിൽ നിന്ന് സ്വർണ്ണങ്ങൾ സ്വീകരിച്ചു, ദൈവത്തിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിച്ചു. അവസാനം അവൻ അവൻ്റെതായ സ്വഭാവ ഗുണം കാണിച്ചു. അവൻ തിന്മകൾ ചെയ്തു. അവൻ എന്ത് ചെയ്തു? അന്യ ദൈവങ്ങളെ ആരാധിച്ചു. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ ഭാര്യമാരാക്കി. ഇങ്ങനെ തിന്മകൾ ചെയ്തു കൂട്ടി. സോളമൻ തുടങ്ങി വെച്ചത് സോളമൻ്റെ മക്കൾ പിന്തുടർന്നു. മക്കൾ അതുതന്നെ ചെയ്യാൻ തുടങ്ങി. അവർ തിന്മകൾ ആവോളം അവർ കൂട്ടി. ആരുടെ സ്വത്തിൻ്റെ പുറത്ത്? ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ പുറത്ത്. ആരുടെ സ്വർണത്തിൻ്റെ പുറത്ത്? ദൈവത്തിൻ്റെ സ്വർണത്തിൻ്റെ പുറത്ത്. ആര് കൊടുത്ത ജ്ഞാനം? ദൈവം കൊടുത്ത ജ്ഞാനം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ, നീ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്, നീ ഇട്ടിരിക്കുന്ന പാൻറ്, നിന്റെ കാറ്, നീ താമസിക്കുന്ന ബിൽഡിങ് ആര് തന്നു? ആരുടെ പ്രവചന പ്രകാരം? ആര് സംരക്ഷിച്ചത് പ്രകാരം? ആരാണ് നിനക്കത് നൽകിയത്? ഹല്ലേലൂയ. ഈ സിസ്റ്റത്തിലാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നീ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. യേശുവേ ആരാധന. പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നതിനെ ഓർത്ത് സ്തുതി സ്തുതി സ്തുതി. ദൈവത്തെ സ്തുതിക്കുക. ലേവ്യരുടെ പുസ്തകത്തില്, ലേവ്യ പുസ്തകത്തിൽ 26:3 നമുക്കൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്.
നിങ്ങൾ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ പാലിച്ചില്ലെങ്കിലോ അനുഗ്രഹിക്കത്തില്ല. അതും അതിൻ്റെ വചനത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. കൽപ്പനകൾ പാലിക്കുന്നത് വഴി അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചെയ്തിട്ടാണ് ഇസ്രായേലിന് കാനാൻ ദേശം കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പല സംശയങ്ങളും മാറും. ഇസ്രായേലിന് കാനാൻ ദേശം കൊടുത്തിരിക്കുന്ന സിസ്റ്റം ഏതാണ്? കൽപ്പനകൾ പാലിച്ചാൽ നിന്നെ അനുഗ്രഹിക്കും, സുവർണ കാലഘട്ടം നിനക്ക് തരും. പാലിച്ചില്ലെങ്കിലോ ശത്രു നിന്നെ വന്ന് കീഴടക്കും. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്തോത്രം. എന്താ ഹല്ലേലൂയ പറയത്തത്? നേരത്തെ സെറ്റിൽമെൻ്റായത്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് അവരെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. നിന്നെയും അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ദൈവം വെച്ചിരിക്കുന്നതെങ്കിലോ ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിച്ചത്, നിന്നെ ഗുണപ്പെടുത്തിയത്, നിന്നെ സുഖപ്പെടുത്തിയത്, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചത് ഈ ഒരു സിസ്റ്റത്തിലാണെങ്കിലോ, നീ കൽപ്പനകൾ പാലിച്ചാൽ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ഒരു ഉടമ്പടിയിലാണെങ്കിലോ, തെറ്റിച്ചു നോക്ക്. നീ തോന്നും ദൈവത്തെ ആരാധിച്ചു, ഒരു ഗുണവും കിട്ടിയില്ല. കിട്ടത്തില്ല, നീ തെറ്റിച്ചിരിക്കുക. നീ തെറ്റിക്കുന്നത് വരെയുള്ളൂ. ഭാരമേറിയ കൽപ്പനകളൊന്നും ദൈവത്തിൻ്റെ കയ്യിലില്ല. മനുഷ്യന് വിചാരിച്ചാൽ നിഷ്പ്രയാസം അനുസരിക്കാവുന്നതേ ഉള്ളൂ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആവർത്തന പുസ്തകം 28:14 വായിച്ചു നോക്കിയേ. 28:14 വായിച്ചു നോക്ക്. ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയും ഒന്ന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. ഞാനാണ് നിങ്ങൾക്ക് ഈ രാജ്യം തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നിയമം തരിക, അന്യദേവന്മാരെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. രണ്ടെന്താണ്? അവരെ സേവിക്കുകയരുത്, അവരെ സേവിക്കരുത്, അവരെ അനുഗമിക്കരുത്. ഞാൻ ഈ രാജ്യമൊക്കെ തന്നപ്പോൾ അന്യദേവന്മാരുണ്ടായിരുന്നു. ചങ്കടൽ രണ്ടാക്കി മാറ്റിയപ്പോൾ അന്യദേവന്മാരുണ്ടായിരുന്നു. നിന്നെ കാടപ്പക്ഷിയും മന്നയും തന്നപ്പോൾ അന്യദേവന്മാരില്ലായിരുന്നല്ലോ. നിന്നെ എല്ലാ രാജ്യങ്ങളും കീഴടക്കാനായിട്ട് നിനക്ക് ശക്തിയും ബലവും നൽകിയപ്പോൾ അന്യദേവന്മാരില്ല. ജോർദാൻ കടക്കാൻ 2000 ജോർദാനെ മാറ്റുന്ന സമയത്ത് അന്യദേവന്മാരില്ല. ഇപ്പം നിനക്ക് അന്യദേവന്മാർ വേണം. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, സുഖമായി സ്വസ്ഥമായി സമ്പത്തെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്യദേവന്മാർ. അപ്പോൾ ഈ ദൈവം ഒന്നും ചെയ്യരുത്, ഈ ദൈവം മിണ്ടാതിരുന്നോണം. ഇല്ല, നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ പിതാക്കന്മാരുൾപ്പെടെ അവരുമായിട്ടുള്ള സെറ്റിൽമെന്റാണ്, മോശയുമായിട്ടുള്ള സെറ്റിൽമെന്റാ. ഹല്ലേലൂയ. മോശ രാജ്യം തരും, പക്ഷെ ഇങ്ങനെയാണ് വ്യവസ്ഥ. സ്തോത്രം. ഈ വ്യവസ്ഥയുടെ പുറത്താ രാജ്യം. ഹല്ലേലൂയ. ഈ വ്യവസ്ഥയിലാണ് നിനക്ക് അനുഗ്രഹം ഇരിക്കുന്നത്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു പറയാണ്, കൽപ്പനകൾ അനുസരിച്ചാൽ സുവർണ കാലഘട്ടത്തിലൂടെ കൊണ്ടുപോകും. കൽപ്പനകൾ തെറ്റിച്ചാൽ കാലഘട്ടം ചിലപ്പോൾ മാറിയെന്ന് വരും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീസസ് വിഷനിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കുന്ന എല്ലാ ഫാമിലികളെയും ദൈവം ഉയർത്തുന്നതായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്കറിയാം. ഞാൻ അവരോടെല്ലാം പറയും, അത് നിങ്ങൾ അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഉയർന്നത്. അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ എത്ര പേർത്ത് പറഞ്ഞു? ഞാൻ തന്നെ ഒരുപാട് പേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കുക. വിഗ്രഹാരാധനയില്ല, അന്യദൈവമില്ല, മന്യദൈവങ്ങളുടെ കോപ്പിയടിയായ വിഗ്രഹാരാധനയില്ല. ഒരു കോപ്പിയടിയിൽ ഒരു ഫെസ്റ്റിവലൊന്നും നിങ്ങളില്ല. നിങ്ങളുടെ ഫെസ്റ്റിവൽ പരിശുദ്ധാത്മാവ് വന്ന ആ ദിനമാണ് നിങ്ങളുടെ ഫെസ്റ്റിവൽ. യേശുവേ ആരാധന. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും, എപ്പോഴും പറയും യേശുവേ ആരാധന. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഒരുപാട് പേര് അപ്പോസ്തലിക ഉപദേശത്തിൽ ജീവിക്കുമ്പോൾ അവരെ കർത്താവ് അടിക്കടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് താഴോട്ടില്ല, അവർക്ക് മേപ്പോട്ടാണ് പോക്ക്. അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് നമ്മുടെ സുവർണ കാലഘട്ടം പതുക്കെ കട്ടായി തുടങ്ങുന്നത്. യേശുവേ ആരാധന. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക. ഇത് ശ്രദ്ധിക്കണേ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകളുണ്ട്. ശാസനകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയരുതെന്ന് പറഞ്ഞ് കൽപ്പിക്കുന്ന കമാൻഡാണത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകളുണ്ട്. അത് നീ എന്ത് ചെയ്യണം? അത് നീ നിറവേറ്റണം. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റണം. അടുത്തെന്താണ്? മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും. അതാ ഞാൻ പറഞ്ഞ എഗ്രിമെന്റ് മോശയായിട്ട് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് രാജ്യം കിട്ടണമെങ്കിൽ മോശയായിട്ട് എഗ്രിമെന്റ്, നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ യേശു നമ്മളുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെന്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സുവർണ കാലഘട്ടവും പോകും. ഇങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ പറ്റത്തുള്ളൂ.
നമ്മൾക്കുള്ള കമാൻഡാണത്. നമ്മൾ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ സുവിശേഷം പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അത് അപ്പോസ്തലന്മാരെ അല്ല, അപ്പോസ്തലന്മാർ വഴി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. എല്ലാ ജനതകളും ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. ഇതൊക്കെ നിയമമുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രം മതി എന്നുള്ള കള്ളപ്പുള്ളികളെ പോലെ ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് എന്താണ്, കർത്താവ് നിങ്ങളെ എന്ത് ശാസിച്ച് ഏൽപ്പിക്കുന്നോ അത് ശാസനയോടെ നിങ്ങളെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കിയാൽ നിങ്ങൾക്കാണ് ഗുണം. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും കേട്ടോ. നല്ലപോലെ പരിശോധിച്ച് നോക്കുക, ഇത് ഗുണമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒന്ന്, നിങ്ങൾക്ക് നിത്യജീവനാകുന്ന ഗുണം കിട്ടും. രണ്ട്, നിത്യജീവനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെയും ദൈവം എടുത്ത് മാറ്റിക്കളയും. സ്തോത്രം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 3:14 വായിക്കാം. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഇവിടെ സോളമനോട് പറഞ്ഞ വാക്കാണ്, ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ വായിച്ചോ. നിന്റെ പിതാവായ ദാവീദിനോട് എന്റെ നിയമങ്ങളും കൽപ്പനകളും ഞാൻ അവന് ഒരു പ്രത്യേക നിയമമൊക്കെ കൊടുത്തിട്ടുണ്ട് ദാവീദിന്. നിന്റെ പിതാവായ ദാവീദ് ഞാനും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. അത് നിന്റെ കുടുംബത്തിന് നൽകിയതാണ്. ആ എഗ്രിമെന്റിന്റെ വ്യവസ്ഥ അത് തെറ്റിക്കാതെ നീ പോയാൽ, ഹല്ലേലൂയ, നീ പോയാൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. നിനക്ക് ദീർഘായുസ് തരും. ബാക്കി വായിച്ചോ. സോളമൻ നിദ്രയിൽ നിന്നുണർന്നു. സോളമനോട് പറഞ്ഞാണ്, നിനക്കെന്തുണ്ടാവും? ദീർഘായുസ്. യുദ്ധത്തിൽ ആരും നിന്നെ തോൽപ്പിക്കത്തില്ല, യുദ്ധത്തിൽ മരണപ്പെടത്തില്ല, അപകടത്തിൽ മരിക്കത്തില്ല. അതിനെയാണ് ദീർഘായുസ്. ഞാൻ നിന്നെ ജനിപ്പിച്ചപ്പോൾ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം വരെ നീ ജീവിക്കും. നിനക്ക് അപകടത്തിലോ ഒരു അനർത്ഥവും നിനക്ക് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അത്ര ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോളമനെ അനുഗ്രഹിക്കുക ദൈവം. പക്ഷെ ഒരു കാര്യം പറഞ്ഞ, മോശയുടെ കാര്യം ഒന്നും ഇവിടെ പറയുന്നില്ല. നിന്റെ പിതാവ് ഞാനുമായിട്ടൊരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നീ പാലിച്ചോണ്ട് പോയ സുവർണ കാലഘട്ടം നീയും പിന്തുടരും. ഹല്ലേലൂയ. അത് പാലിച്ചില്ലെങ്കിൽ നിന്റെ തലമുറ വരുമ്പോൾ അതെല്ലാം പോയി കിട്ടും. അത് പാലിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സിസ്റ്റത്തിലോട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കയറി വന്നാൽ മതി, നിർബന്ധമില്ല. ഈ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി ദൈവവുമായി രമ്യതപ്പെടുന്ന ഒരു രീതി നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബത്തിൽ സ്റ്റാർട്ട് ചെയ്യ്. നിങ്ങളുടെ പിതാക്കന്മാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സഹോദരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നീ ആദ്യം തുടങ്ങി വെക്ക നിന്റെ കുടുംബത്തില്. അവിടെ നിനക്ക് അനുഗ്രഹം കിട്ടുമോ ഇല്ലയോ എന്ന് നീ ടെസ്റ്റ് ചെയ്ത് നോക്കുക. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു ഉടമ്പടി നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. ജീവിക്കുന്ന ദൈവം ദാവീദിന് കൊടുത്ത ഒരു ഉടമ്പടി ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. സ്തോത്ര, ഹല്ലേലൂയ. ദാവീദിന്റെ സന്താനത്തിന് നൽകിയ ഉടമ്പടിയുടെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആമേൻ, 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 ആമേൻ. ആമേൻ, 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 ആമേൻ. യേശുവേ ആരാധന. ആമേൻ, ആമേൻ. സൂമിലുള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലേക്ക് അനുഗ്രഹം വ്യാപരിക്കാൻ വേണ്ടി, നമ്മുടെ വീട്ടിലേക്ക് അനുഗ്രഹത്തിന് മഴ ചൊരിയാൻ വേണ്ടി ഇന്ന് രാത്രി എഗ്രിമെന്റ് ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഉടമ്പടി ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഉടമ്പടി ഉണ്ടാകട്ടെ. ഇന്ന് നീ രാത്രി ആഗ്രഹിക്കട്ടെ, എനിക്കും എന്റെ ദൈവമായി, എനിക്കും എന്റെ യേശുമായി ഉടമ്പടി വേണമെന്ന് നിന്റെ ഹൃദയത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ ആഗ്രഹമുള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ആഗ്രഹമുള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 9-ാം അധ്യായം 6-ാമത്തെ വാക്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. ഒന്നുകൂടെ വായിച്ചോ. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച്. അപ്പന്മാരോട് കറക്റ്റ് പറഞ്ഞു, ഇസ്രായേലിനെ എടുത്ത് ഞാൻ ദൂരെ കളയെന്ന് പറഞ്ഞു. 12 ഗോത്രത്തെ എടുത്ത് ഞാൻ ദൂരെ അറിയും, ഒരുത്തനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കണ്ടില്ലേ, ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ പറയും, 2-3 കൊല്ലം കുർബാന അങ്ങോട്ട് നിർത്തി തന്നു. എല്ലാവരും വീം പഠിച്ചതാ. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെ നിൽക്കാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കുർബാന. ഇല്ലേ? നമ്മളൊക്കെ കുഞ്ഞിലെ മുതലേ കേട്ടതാ. 2 വർഷം നിർത്തി കൈ കാണിച്ചു തന്നു. കാണിച്ചു തന്നെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം.
കുർബാനയിലെല്ലാം എന്താക്കി മാറ്റി? ഇതുപോലെ ഭക്തിയില്ലാത്ത വിധത്തിൽ ഓണക്കുർബാന, ചാട്ടക്കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയെ അവഹേളിക്കുന്ന പേരുകൾ നൽകി അവസാനം എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. 2 വർഷം ആർക്കും കുർബാനയില്ല. അപ്പോഴത്തേക്ക് പറഞ്ഞു നേരിട്ട് പ്രാർത്ഥിച്ചാൽ പാപം ക്ഷമിക്കും, കുമ്പസാരിക്കേണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ എണ്ണം നിരീശ്വരവാദികളായി തീർന്നു. ഭക്തി നഷ്ടപ്പെട്ടു. ഇനി ദൈവം ഇല്ലെന്നുള്ള ചിന്തയിൽ ചെറുപ്പക്കാരന്മാർ മാറി. എന്താ കാരണം? ഇതാണ്. കുർബാന ഇനി ആരും കയ്യിൽ കൊടുക്കരുത് എന്നായി. കാരണം കുർബാനയിലൂടെ കൊറോണ പടരും. അത് കാരണം കുർബാന തന്നെ ചൊല്ലാൻ പേടിച്ച അച്ഛന്മാർ അങ്ങനെ ആകെ പേടി കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ചിലവരാകട്ടെ കൊറോണ വന്നെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിൻ്റെ പിതാക്കന്മാരോട് എഗ്രിമെൻ്റ് ചെയ്യുവാണ്. പിതാക്കന്മാരോട് എഗ്രിമെൻ്റ് ചെയ്യുക. നീ അലമ്പ് പരിപാടി നീയോ നിൻ്റെ മക്കളോ കാണിച്ച ഈ സിസ്റ്റം അവിടം വരെ ഉള്ളൂ. ഞാനെടുത്ത് ദൂരെ എറിയും, വല്ലവൻ്റെ നിന്ന് പിടിച്ചെടുത്ത് നിനക്ക് തന്നതാ, എടുത്ത് ദൂരെ എറിയുമെന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നിൽക്കുന്ന നിപ്പിൽ നിങ്ങൾക്ക് പണി കിട്ടി, ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ, എത്ര പ്രവാചകന്മാർ നോക്കിയിട്ട് നടക്കാത്ത വിധത്തിൽ നീ താണു പോയാൽ ഓർക്കണമേ, നിൻ്റെ സിസ്റ്റം നീ തെറ്റിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഓർത്തുകൊള്ളണം. അതേസമയം ഇന്ന് സുവർണ കാലഘട്ടത്തിലേക്ക് ഇന്ന് രാത്രി തിരിച്ചു കയറിക്കൊള്ളണം. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിച്ചു കളയും. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക്. യേശുവേ ആരാധന. ഓ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് കർത്താവേ, ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കർത്താവേ, അങ്ങയോട് സ്വർഗത്തോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം തന്ന നമ്മുടെ ദേശത്തെ കൽപ്പന ലംഘിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് തിരിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. സുവർണ കാലഘട്ടത്തിലേക്ക് നിനക്ക് കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാത്രി തുറന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ വാദരങ്ങൾ തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് തന്ന ദേശത്ത് ഞാൻ മഹാപാപിയും ദോഷിയുമായി ജീവിച്ചു. എന്നോട് കരുണ തോന്നണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് അതിരങ്ങൾ തുറന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അങ്ങേയ്ക്കായി വേറെയൊന്നിനെയും യേശുവേ, വേറെയൊന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. ഒരിക്കൽ കൂടി അങ്ങേയ്ക്കാ നീ എനിക്ക് ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളൊന്നും ആമേൻ. ഹല്ലേലൂയ.
യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 11:1 മുതൽ ഒന്ന് വായിക്കാമോ? സോളമൻ രാജാവ് വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മൊവാബിയർ, അമ്മോനിയർ, യദ്യോമർ, സീദോനിയർ, ഹിത്തിയർ എന്നീ സീദോൻ എന്ന് പറയുന്നത് ദൈവം വിലക്കിയിരിക്കുന്നതും ശപിച്ചിരുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഈ പിശാചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടയർ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കത്തില്ലേ, അതാണ് ഈ സീദോൻ. അവരെല്ലാം ഒരു ഇതാണ്, ഒരു കൾച്ചറാണ്. അവിടുന്ന് കൂടെ പെണ്ണ് കിട്ടി. അതുകൊണ്ടാണ് സോളമൻ നോക്കിയപ്പോൾ കാണാൻ മറ്റൊരു രാജ്യത്തിലെ പെൺപിള്ളേരെല്ലാം കാണാൻ നല്ല മിടുക്കരാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന കേട്ടോ. അപ്പോൾ ഈ സോളമൻ എന്ത് പറ്റി? സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. അനേകം വിദേശ വനിതകളെ പ്രേമിച്ച് കല്യാണം കഴിച്ച. ഞങ്ങൾ എത്യോപ്യയിൽ പോയി കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാം കൂടെ ഈ എത്യോപ്യയിലെ ഈ ഷേബാരാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൊട്ടാരമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തരുക, ഷേബാരാജ്ഞി സോളമനെ കാണാൻ പോയി, സോളമനിൽ നിന്ന് ഗർഭിണിയായി തിരിച്ചു വന്ന് ഒരു കൊച്ചിനെ പ്രസവിച്ചു. ആ കൊച്ചിൻ്റെ പേര് എന്തോ അലക്സാണ്ടർ എന്നോ ഏതാണ്ട് ഒരു പേരൊക്കെ പറഞ്ഞു. ബൈബിളിൽ നമ്മളാകെ കാണുന്നത് എന്താ, ജ്ഞാനം കേൾക്കാൻ ശേവരാജ്ഞി പോയി ജ്ഞാനം കേട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ സോളമൻ രാജാവ് എല്ലാവരെയും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടാണ്, നമ്മളത് തമാശയായിട്ട് എടുക്കണ്ട. ശേവരാജ്ഞി ഒരു വിവാഹം കഴിക്കുന്നത് സോളമൻ രാജാവിനെ, അതാണ് അവരുടെ അകത്തുള്ള ഒരു കഥ. ഏതാണ് സോളമൻ രാജാവിനെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊരു ധാരണയിൽ അവർ തമ്മിൽ എഗ്രിമെൻ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ മാന്യമായിട്ട് ഉള്ള കാര്യമാണ് നടന്നത്. പക്ഷെ നമ്മൾ കോമഡിയായിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ദൈവം വിലക്കിയിരിക്കുന്ന അമ്മോനിയരെയൊക്കെ എടുത്തു കളഞ്ഞു. അമ്മോനിയരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റും. ഇതിൽ പേര് പറഞ്ഞിരിക്കുന്ന അമ്മോനിയരുടെ ചരിത്രങ്ങൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. വളരെ മോശം ചരിത്രങ്ങളാണ് അവരുടെ ഉള്ളത്. അപ്പോൾ അത് കാരണമാണ് അശുദ്ധവും വിശുദ്ധവും എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ലേഡീസിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞത്. സോളമൻ വെച്ച് വിവാഹം കഴിച്ച് അപ്പനോട് എന്താ പറഞ്ഞത്? സോളമനോട് എന്താ പറഞ്ഞത്? നിൻ്റെ അപ്പൻ നടന്ന അതേ വഴിയിലൂടെ നീ നടക്കണം, എന്നാലേ നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അപ്പനോട് എന്ന് പറഞ്ഞു, നീയോ നിൻ്റെ മക്കളോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിടത്തില്ല, ഞാൻ ഇസ്രായേലെടുത്ത് ദൂരെ കളയുമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സുവർണ്ണ കാലഘട്ടം നമ്മൾ പഠിച്ചു അല്ലേ? ഇരുണ്ട കാലഘട്ടം, നമ്മൾ ഏത് കാലഘട്ടം വരെയാണ് ഇരുണ്ട കാലഘട്ടം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? 430 വർഷം ഇരുണ്ട കാലഘട്ടമാണ്. ഈ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പുള്ള പാപങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഇരുണ്ട കാലഘട്ടം വരണമെങ്കിൽ 430 വർഷം ഇരുണ്ട കാലഘട്ടമാണ്. അതായത് ഇവരെ എത്ര വർഷം അടിമത്തത്തിൽ കടന്നോ ആ വർഷം പൂർത്തിയാകുന്നത് വരെ ദൈവം സംസാരിച്ചില്ല. നമ്മളിത് ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ വർഷം പൂർത്തിയാകുന്നത് വരെ ദൈവം സംസാരിച്ചില്ല. അത് ഇരുണ്ട കാലഘട്ടമാണത്. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ അത് നിങ്ങൾ വചനം വായിച്ചു നോക്കിയാൽ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് മക്കളിരുന്ന് ഭരിക്കാനായിട്ട് തുടങ്ങി. രാജ്യം രണ്ടായി തിരിഞ്ഞു. രാജ്യം സോളമൻ്റെ രാജ്യം എന്തായി? രണ്ടായി തിരിഞ്ഞു. ഒന്ന് ഇസ്രായേൽ എന്നും ഒന്ന് ജൂദ എന്നും പേരിടാൻ കാരണം ഇവരെല്ലാം അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. രണ്ടാമത്തെ എന്തായിരുന്നു? ഇവർ വിഗ്രഹാരാധന നടത്തി. അതോടുകൂടി ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഇവർ മാറിയപ്പോൾ ഇവർക്ക് പ്രവാചകന്മാർ ഇവർക്ക് മെസ്സേജ് നൽകാൻ തുടങ്ങി. എപ്പോൾ നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറുന്നോ ആ സമയം മുതൽ നമ്മുടെ കുടുംബത്തിൽ ദൂത് വന്നുകൊണ്ടേയിരിക്കും. പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകന്മാർ ദൂത് വന്നുകൊണ്ടേയിരിക്കും. സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ മാറുമ്പോഴേ ഇത് സംഭവിക്കുന്നത്. ഈ ദൂത് വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് മുമ്പുള്ള വിളംബരമാ. ഇതിൽ പിടിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുത്താൽ ഉറപ്പായി ഞാൻ പറയുന്നു, സുവർണ കാലഘട്ടത്തിലേക്ക് നിൽക്ക് രണ്ടാമത് കയറാൻ പറ്റും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ദൈവമേ സ്തുതിക്കാം. യേശുവേ ആരാധന. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ സുവർണ കാലഘട്ടം പൊളിപ്പിച്ചു കഴിഞ്ഞു. ആര്?
ഇവൻ്റെ ഈ മണ്ടത്തരം കാരണം. മക്കൾ ഏണ്ട ഈ 19 പേരോളം, 19 ഒരു സൈഡിൽ 19 ഒരു സൈഡിൽ 21 രാജാക്കന്മാർ മാറിയും തിരിഞ്ഞും ഭരിച്ചു. ഒരു സൈഡിൽ ഇസ്രായേലിൽ 19 രാജാക്കന്മാർ മാറി മാറി ഭരിച്ചു. പിന്നെ മറ്റേ ജെറുസലേമിൽ 21 രാജാക്കന്മാർ മാറിയും തിരിഞ്ഞും ഭരിച്ചു. പോയി കിട്ടി, മൊത്തം പോയി കിട്ടി. 21 തലമുറകൾ മാറി ഭരിച്ചിട്ട് പോലും ഗുണം പിടിച്ചില്ല. അതിൽ നല്ലത് ജോസിയ പോലുള്ള കുറച്ച് നല്ല ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവൻ്റെ ബ്ലഡിൽ ജനിച്ച എല്ലാ അന്യാരാധകനും ഇതുമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നിട്ട് ഈ തലമുറ മൊത്തവും, ഇസ്രായേലിൻ്റെ തലമുറയിൽ മുഴുവൻ, അബ്രഹാമിൻ്റെ സന്തതികളിൽ മുഴുവനും അന്യാരാധന കയറിയിട്ടുണ്ട്, അന്യ ബ്ലഡ് കയറിയിട്ടുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ പോലും നമ്മുടെ ശുദ്ധിക്കായി ഒരു രക്തം തിരഞ്ഞെടുക്കാഞ്ഞത്. ഹല്ലേലൂയ. അവരർപ്പിക്കുന്ന ബലിയിൽ പോലും അശുദ്ധി കയറി. അതുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുത്തു, നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നെ നമുക്ക് വേണ്ടി അയക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവരെ ആശ്രയിക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ അയച്ച് ജാതി മതഭേദമന്യേ വിശ്വസിക്കുന്നവരെ വിടുവിക്കാൻ ദൈവം തന്റെ പുത്രനെ അയക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. യേശുവേ ആരാധന. അങ്ങനെയാണ് ദൈവം വിടുതൽ പ്രഖ്യാപിക്കുന്നത്. അതിലേക്ക് വരാൻ പാടാണ്, വന്ന് കിട്ടിയാൽ എളുപ്പവുമാണ്. വരാൻ പാടാണ്. വരുന്നവർ ആ രക്തത്താൽ കുളിച്ച് ശുദ്ധി പ്രാപിച്ച് അവർ ആത്മീയ പവറിനാൽ നിറയും. ആരൊക്കെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കുളിച്ച് ശുദ്ധി പ്രാപിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രക്തവുമായിട്ട് അവർ രമ്യതപ്പെടുന്നു, യേശുക്രിസ്തുവിനോട് ചേർന്ന് തീരുമാനമെടുക്കുന്നു, ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയിപ്പിക്കുന്ന രക്തമല്ല നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സുവർണ കാലഘട്ടം വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ രക്തമാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ രക്തത്തിലേക്ക് ആര് കടക്കുന്നു, അനുഗ്രഹമുണ്ടാകും, 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 അനുഗ്രഹമുണ്ടാകും. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ദൈവത്തെ ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി, നന്ദി. യേശുവേ അങ്ങേയ്ക്കാം വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല. യേശുവേ നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുക. ഹല്ലേലൂയ. എല്ലാ അന്ധകാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അടിക്കുമാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ കഴുകണമേ. ആമേൻ. ദൈവം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു, ഇവരിങ്ങനെ ചെയ്യുമെന്ന്. ദൈവം ഇങ്ങനെ 2 വഴികളുള്ളത് കാരണം ആരെങ്കിലും വഴിതെറ്റി പോകുമോ? ദൈവത്തിന് മനുഷ്യനിൽ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? അതുകൊണ്ട് തൻ്റെ പൂർവ്വ പിതാവായ യാക്കോബ് തൻ്റെ 12 മക്കളെ അനുഗ്രഹിച്ചപ്പോൾ യൂദായെ വ്യക്തമായി അനുഗ്രഹിച്ചു. ചെങ്കോൽ നിന്നിൽ നിന്ന് പോകത്തില്ല. ദൈവം ദാവീദിനോട് പറഞ്ഞു, നിന്റെ ചെങ്കോൽ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ശമരിയ ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങളുടെ ചെങ്കോൽ പോയിട്ടും ദാവീദിൻ്റെ ചെങ്കോൽ
പോയും വന്നും ഇസ്രായേലിൽ ജെറുസലേമിൽ നിലനിന്നു. യേശുക്രിസ്തു വന്നു, ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് യഥാർത്ഥ ചെങ്കോൽ, യഥാർത്ഥ രാജാവ് ഇസ്രായേലിൽ കാലുകുത്തിയതിന് ശേഷമാണ് രക്തത്തിലുള്ള വംശാവലിയിലുള്ള ദാവീദിൻ്റെ ചെങ്കോൽ, ദാവീദിൻ്റെ സാധാരണ ആൾക്കാരുടെ ഭരണം മാറുകയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സാമൂലിനെ രാജാവായി തിരഞ്ഞെടുത്ത ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ്. ലോകത്തിൻ്റെ രാജാവായി യേശുക്രിസ്തു കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദാവീദിൻ്റെ കുലത്തിൽ തന്നെ വന്നു. അതുകൊണ്ടാണ് ദാവീദിൻ്റെ കുലത്തിൽ നിന്ന് ചെങ്കോൽ മാറുകയില്ലെന്ന് പറയുന്നത്. ദൈവത്തെ കണ്ടുകൊണ്ടാണത് പറയുന്നത്. യേശു ആരാധന. അതുകൊണ്ട് ഇസ്രായേൽ എല്ലാ രാജാക്കന്മാരും ഈ ചെങ്കോൽ മാറുകയില്ല, ദാവീദിൽ നിന്ന് ദാവീദിൻ്റെ കുലത്തെ അത്രമാത്രം അനുഗ്രഹിച്ചു ദൈവം വെച്ചത് കാരണം ഇവന്മാർ തെറ്റ് ചെയ്തിട്ട് പോലും, ഈ പുത്രന്മാർ തെറ്റ് ചെയ്തിട്ട് പോലും ആ വാഗ്ദാനം അനുഭവിക്കാൻ ഇവർക്ക് സാധിച്ചു. ഇവർ തെറ്റ് ചെയ്തു, ഇവർ മറുതലിച്ചിട്ട് പോലും അത്യുന്നതനായ ദൈവം അവരെ മാനിച്ചു, അവരെ വഴി നടത്തി അപ്പരോട് കൊടുത്ത വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്. അതായത് ഒരു യോഗ്യതയില്ലാത്ത പിൻതലമുറയിൽ ഭരിച്ച 21 രാജാക്കന്മാരും ആ ഫലം അനുഭവിച്ചു എന്നുള്ളതാണ്. 21 രാജാക്കന്മാരും അപ്പൻ ചെയ്ത നന്മയുടെ ഫലം അനുഭവിച്ചു. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൻ ചെയ്ത നന്മയുടെ ഫലം 21 രാജാക്കന്മാർ ജൂദയിൽ മാറി മാറി ഭരിച്ചവർ അനുഭവിച്ചു. എത്ര ക്രൂരന്മാരായിരുന്നു! ആഹാബ്, ആകാസ്, ഈ ഒമ്രി, ഇവരൊക്കെ എന്തുമാത്രം അന്യാരാധന നടത്തിയവരായിരുന്നു. എന്നിട്ട് പോലും അവർ ആ സമ്പത്തിന്റെ സുഖം അനുഭവിക്കാൻ ദൈവം അനുവദിച്ചു. കാരണം എൻ്റെ മനസ്സിനിണങ്ങിയവൻ്റെ കര ഉയർത്തിയുള്ള പ്രാർത്ഥന കടക്കുകയാ. അവന് കൊടുത്ത വാഗ്ദാനം കടക്കുകയാ. അവന് കൊടുത്ത നന്മ കടക്കുക കുടുംബത്തില്. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. എങ്കിലും ദൈവം അതിൽ നിന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ചിലരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തയ്യാറാക്കി. അതാണ് ജോസിയ ദൈവത്തെ, ഹിസ്കിയ രാജാവ് ദൈവത്തെ ഭയപ്പെട്ടു. സ്തോത്രം. യഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെട്ടു. 4 പേരെ കണ്ടുണ്ടായിരുന്നു ആ തലമുറയിൽ ദൈവത്തെ ഭയപ്പെടാൻ. ആ 4 പേരെ മാനിച്ചുകൊണ്ട് വീണ്ടും യൂദയെ മുന്നോട്ട് നടത്താൻ തുടങ്ങി. കർത്താവിൽ പ്രിയരെ, ഈ കാലഘട്ടത്തെ ദൈവം നിങ്ങൾക്ക് സുവർണ കാലഘട്ടം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരു ആകാശം ഇവിടെ ജനിക്കാതിരിക്കട്ടെ, ഒരു ആഹാബ് ഇവിടെ ജനിക്കാതിരിക്കട്ടെ, സ്തോത്രം. ഒരു ജസബേൽ ഇവിടെ ജനിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മാനിച്ച് നിങ്ങളുടെ ഭക്തിയിൽ ദൈവത്തെ നിറച്ചുകൊണ്ട്, സ്തോത്രം, നിങ്ങൾ ആരൊക്കെ മുന്നോട്ട് പോകുമോ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ ഈ രാത്രിയിൽ പറയുക, സുവർണ കാലഘട്ടം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ആഗ്രഹിക്കൂ. 2024 ആഗ്രഹിച്ചോ? ഭൗതികത ആഗ്രഹിച്ചോ? ആത്മീയത ആഗ്രഹിച്ചോ? 24 സ്വപ്നം കാണുക. 24 ഇന്നത് എനിക്ക് വേണമെന്ന് പറഞ്ഞോ? സുവർണ കാലഘട്ട കൽപ്പന ദൈവത്തിന്റെ സിസ്റ്റത്തിൽ ജീവിക്കാമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾ ആഗ്രഹിച്ചു നോക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തോത്ര, യേശുവേ സ്തോത്ര, യേശുവേ സ്തോത്ര, യേശുവേ നന്ദി, 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 നന്ദി. യേശുവിന്റെ നാമത്തെ